നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നടന്ന KFC അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കോഴ്സിൽ നമ്മൾ പഠിച്ച് കുറേയധികം ക്വസ്റ്റ്യൻസ് നമുക്കിതിൽ നിന്ന് കാണാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ്? ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയേഴ്സ് റീവാലുവേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. രണ്ട് അസംഷൻസ്. ഇൻസോൾവൻസി അഫക്ട്സ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫോം. ദ ഇൻസോൾവൻറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് വിൽ ഓൾവേസ് ഹാവ് എ ക്രെഡിറ്റ് ബാലൻസ്. വിച്ച് ഓഫ് ദീസ് അസംഷൻസ് ആർ ഇംപ്ലിസിറ്റ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ്? ഏതൊക്കെ അസംഷൻസ് ആണ് ഇംപ്ലിസിറ്റ് ആയിട്ടുള്ളത്? ഏതാണ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ റിക്വയേഴ്സ് റീവാലുവേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അസറ്റ് ആൻഡ് ലയബിലിറ്റി. ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓൺലി അസംഷൻ 1 ഈസ് ഇംപ്ലിസിറ്റ് അല്ലേ? എന്താ അസംഷൻ 1-ൽ? ഇൻസോൾവൻസി അഫക്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്നതാണ് വരുന്നത്. അടുത്തത് അക്കൗണ്ടിങ് കൺസെപ്റ്റ് റിലേറ്റ് ചെയ്ത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്ഷൻ ബി ആയിട്ട് വരും അല്ലേ? ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ദി ഫോർസീബിൾ ഫ്യൂച്ചർ. ഇതിൽ നമ്മൾ പഠിച്ച കോഴ്സിലുള്ള ക്വസ്റ്റ്യൻസും ജസ്റ്റ് ഒന്ന് നോക്കിപ്പോവാം അല്ലേ? ഏതൊക്കെയാണ് പഠിച്ചത്? ഒന്നാമത്തത് നമ്മൾ പഠിച്ചതാണ്, രണ്ടാമത്തത് നമ്മൾ പഠിച്ചതാണ്. ആൻസർ നോക്കി. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിന് ഒരു ഫോർസീബിൾ ഫ്യൂച്ചറാണ് ഉള്ളത്. ഇനി മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മണി ട്രാൻസാക്ഷൻസ് അല്ലേ? മണി ട്രാൻസാക്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. ഓൺലി ട്രാൻസാക്ഷൻ മെഷറബിൾ ഇൻ ടേംസ് ഓഫ് മണി ആർ റെക്കോർഡഡ്. അടുത്തത് എൻറ്റിറ്റി കൺസെപ്റ്റ്. എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ് എൻറ്റിറ്റി. ബിസിനസ്സും ഓണറും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ് എന്ന് പറയുന്നതാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ദെൻ എക്രൂവൽ കൺസെപ്റ്റ്. എക്രൂവൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ആൻഡ് എക്സ്പെൻസസ് ആർ റെക്കോർഡഡ് വെൻ ദേ ആർ ഇൻക്വേർഡ്, നോട്ട് വെൻ ക്യാഷ് ഈസ് പെയ്ഡ് ഓർ റിസീവ്ഡ്. എപ്പോഴാണോ അത് ഇൻക്വയർ ആവുന്നത് അപ്പോഴാണ് റവന്യൂ എക്സ്പെൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ പഠിച്ചതാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റും അസംഷനും തന്നെയാണ്. എന്താണ്? ഡിപ്രിസിയേഷൻ ഈസ് ചാർജഡ് ഓൺ ഫിക്സഡ് അസറ്റ്സ് എവറി ഇയർ. അതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അസംഷൻ തന്നിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ലൂസ് വാല്യൂ വിത്ത് ടൈം. ദെൻ ഡിപ്രിസിയേഷൻ എൻഷ്യൂസ് ഫെയർ റിപ്പോർട്ടിംഗ് ഓഫ് അസറ്റ് വാല്യൂ. ചൂസ് ദ കറക്റ്റ് അസംഷൻ ടു ദ സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റ് അസംഷൻ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? രണ്ടും കറക്റ്റാണ് അല്ലേ? രണ്ടും കറക്റ്റാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് ലോസ്, അതായത് ഒബ്സോളൻസൻസ് ഒക്കെ വരുന്നത് അല്ലേ? ഫിക്സഡ് അസറ്റ് ലോസ് വാല്യൂ വിത്ത് ടൈം. ഡിപ്രിസിയേഷൻ എൻഷ്യൂസ് ഫെയർ റിപ്പോർട്ടിംഗ് ഓഫ് അസറ്റ് വാല്യൂസ്. രണ്ടും കറക്റ്റാണ്. ഇത് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തെന്താണ്? അക്രൂവൽ ബേസിസ് ഈസ് ബെറ്റർ ദാൻ ക്യാഷ് ബേസിസ് ഫോർ ലാർജ് ബിസിനസ്. അതിൻ്റെ അസംഷൻ അക്രൂവൽ ബേസിസ് റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസസ് വെൻ ദേ ഒക്വർ. ലാർജ് ബിസിനസ്സസ് ഡു നോട്ട് ഹാവ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഇതിലേതാണ് കറക്റ്റായിട്ട് വരുന്നത്? ഏതാണ് മാച്ചിങ് അസംഷൻ? ഓൺലി 1 അല്ലേ? ഒന്ന് മാത്രമാണ് മാച്ച് ചെയ്യുന്നുള്ളൂ അല്ലേ? എന്താ ലാർജ് ഫേംസിനും എന്തുണ്ട്? ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ അസംഷൻ എന്താണ്? തെറ്റാണ്. അപ്പോൾ അതല്ല, ഒന്നാമത്തെയാണ് കറക്റ്റ്. ഒന്നാമത്തേന്ന് പറയുന്നത് അക്രൂവൽ അല്ലേ? റെക്കോർഡ് വെൻ ദേ ഒക്വർ. അക്രൂവൽ എന്ന് വെച്ചാൽ എന്താണ്? റെക്കോർഡ് വെൻ ദേ ഒക്വർ. ഓക്കെ, അക്രൂവൽ കൺസെപ്റ്റ് പഠിച്ചതാണ്. അടുത്തത് ഇൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ദ ഡേറ്റാബേസ് വെയർ ഓൾ അക്കൗണ്ടിങ് ഡേറ്റ ഈസ് സ്റ്റോർഡ് ഈസ് കോൾഡ്. എവിടെയാണ് നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ ഡേറ്റാബേസിനെ പറയുന്നത്? എന്താണ്? ഡേറ്റ ഫയൽ എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ഡേറ്റ ഫയൽ. എന്താണ് പറയുന്നത്? ഡേറ്റ ഫയൽ എന്നാണ് പറയുന്നത്. ഇത് പറഞ്ഞോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ജസ്റ്റ് അത് വിടാം. അടുത്തത് വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കമ്പനീസ് ആക്ട് സ്പെസിഫൈസ് ദ ഫോർമാറ്റ് ഫോർ പ്രിപ്പയറിംഗ് കമ്പനി ബാലൻസ് ഷീറ്റ്. കമ്പനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഷെഡ്യൂൾ 3 ആണ്. റിവിഷൻ ക്ലാസ്സിൽ എല്ലാത്തിലും എടുത്തെടുത്ത് പറഞ്ഞതാണ്. ഷെഡ്യൂൾ 3-ലാണ് അല്ലേ? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ കമ്മീഷൻ പെയ്ഡ് ടു കൺസൈനി ഫോർ സെയിൽസ് എബവ് എ സർട്ടൻ പ്രൈസ്. എബവ് എ സർട്ടൻ പ്രൈസിന് നമ്മൾ എന്ത് പറയും? ഓവർ റൈഡിങ് കമ്മീഷൻ അല്ലേ? ഓവർ റൈഡിങ് കമ്മീഷൻ എന്നാണ് പറയുന്നത്. ഇത് പലതരം കമ്മീഷൻസ്, ഡെൽ ക്രെഡർ കമ്മീഷൻ എന്താണ്? ബാഡ് അപ്റ്റ് റിസ്ക് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓൺ ഡിസൊല്യൂഷൻ ദ ലോൺ ഫ്രം എ പാർട്ട്ണർ ഈസ്. എന്താ ഡിസൊല്യൂഷനിൽ എങ്ങനെയാണ് ലോൺ ഫ്രം എ പാർട്ട്ണർ വരുന്നത്? credited to realization, debited to realization, paid before outside is liability, paid after outside is liabilities. ഏതാ വരുന്നത്?
പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആണ് അല്ലേ, പെയ്ഡ് ആഫ്റ്റർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റി ആണ്. പക്ഷേ ബട്ട് ബിഫോർ റിട്ടേണിങ് ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ ആണല്ലോ. അത് നമ്മൾ ഇതിലാണ് ഡിസൊല്യൂഷൻ്റെ ട്രീറ്റ്മെൻറ്റ് സെക്ഷൻ 48 പഠിച്ചപ്പോൾ പറഞ്ഞതായിരുന്നു. ആദ്യം ഫേംസിൻ്റെ അസറ്റ്സ് ഒക്കെ കൂടി അല്ലേ, ഫേംസ് അസറ്റ്സ് ആർ അപ്ലൈഡ് ടു പേ ഔട്ട്സൈഡ് ലയബിലിറ്റി തേർഡ് പാർട്ടീസിന്. അത് കഴിഞ്ഞിട്ട് പാർട്ട്നേഴ്സിൻ്റെ ലോൺസോ അഡ്വാൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീപേ ചെയ്യും, പിന്നെ ക്യാപിറ്റൽ റിട്ടേൺ ചെയ്യും. അപ്പോൾ എയും ബിയും റോങ് ആണെന്ന് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് പാർട്ട്നേഴ്സിൻ്റെ ലോൺ എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അടുത്തത് ദി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റിലേറ്റഡ് ടു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എടുത്തെടുത്ത് പഠിച്ചതാണ്. AS3 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 ആണ് അല്ലേ, 3 ആണ്. അടുത്തത് ദ പ്രിൻസിപ്പിൾ ദാറ്റ് റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ് റിഗാർഡ്ലെസ് ഓഫ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഈസ് കോൾഡ്. ഏത് പ്രിൻസിപ്പിളാണ്, റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിളാണ്. ഇപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 9 നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ, 9. അടുത്ത നമുക്ക് നോക്കാം. ഇനി ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയാണ് നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ. 3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ഇക്വിറ്റി ഈസ് റേസ്ഡ് ത്രൂ റീറ്റെയിൻഡ് ഏർണിങ്സ്. എക്സ്റ്റേണൽ ഇക്വിറ്റി റെഫേഴ്സ് ടു ദി ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ്. എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇൻറ്റേർണൽ ഇക്വിറ്റി. ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 2ഉം എന്താണ്, അതായത് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഇൻറ്റേർണൽ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ റീറ്റെയിൻഡ് ഏർണിങ്സ്. എക്സ്റ്റേണൽ ഇക്വിറ്റി ആണെങ്കിലോ ഇഷ്യൂ ഓഫ് ഷെയർസ്. ഇനി എക്സ്റ്റേണൽ ഇക്വിറ്റി ഈസ് ഓൾവേസ് ചീപ്പർ ദാൻ ഇൻറ്റേർണൽ ഇക്വിറ്റി ആണോ? അല്ല, ഇൻറ്റേർണൽ ഇക്വിറ്റിയാണ് ചീപ്പായിട്ടുള്ളത്. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. നമ്മുടെ FM പഠിച്ചവർക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസും ക്യാപിറ്റൽ സ്ട്രക്ചറും തമ്മിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Capital market condition have little influence on the company's financial decision. Little influence ആണോ ഉള്ളത്? അല്ല. അപ്പോൾ അത് തെറ്റാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് കണ്ടീഷൻസ് have little influence അല്ല. Then in boom period companies may raise equity easily due to high share prices and low flotation cost. boom പീരീഡിൽ ഇക്വിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഈസിലി റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് ശരിയാണ്. Then during depression or uncertain period company may prefer debt over equity. ഡിപ്രഷൻ്റെ സമയത്ത് ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? ഡെപ്റ്റ് ആണ് അല്ലേ. എന്തുകൊണ്ടാണ് ഡെറ്റ്? ഫിക്സഡ് ഇൻകം. അപ്പോൾ ഡെപ്റ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? 2 and 3 ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഇത് നമ്മൾ പഠിച്ചതായിരുന്നു. അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു ഗോർഡൻസ് മോഡൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ? ഗോർഡൻ മോഡൽ. ഓക്കെ, ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ വെൻ ഏർണിങ്സ് ആർ റീറ്റെയിൻഡ്. കറക്റ്റ് ആണല്ലോ. റിട്ടൻഷൻ ഗ്രോത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ഡിവിഡൻഡ് പെർ ഷെയർ ഈസ് എക്സ്പെക്റ്റഡ് ടു ഗ്രോ വെൻ ഏർണിങ്സ് ആർ റീറ്റെയിൻഡ്. ദെൻ റിട്ടൻഷൻ റേഷ്യോ ഈസ് വേരിയബിൾ ആൻഡ് ചേഞ്ചസ് വിത്ത് ഗ്രോത്ത്. ഇവിടെ ഗോർഡൻ മോഡലിലെ അസംഷൻ പ്രകാരം റിട്ടൻഷൻ റേഷ്യോ എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? കോൺസ്റ്റൻ്റ് ആണ് എന്നാണ് അസ്യൂം ചെയ്യുന്നത്. വേരിയബിൾ എന്നല്ല, കോൺസ്റ്റൻറ്റ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ദെൻ ദ വാല്യൂ ഓഫ് ദ ഫേം ഈസ് എഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി വെൻ ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിഫേഴ്സ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. വാല്യൂ ഓഫ് ദ ഫേം ഈസ് എഫക്റ്റഡ് ബൈ ഡിവിഡൻഡ് പോളിസി വെൻ ദ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിഫേഴ്സ് ഫ്രം ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതും കറക്റ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി 1 and 3 കറക്റ്റ്. ഗോർഡൻ മോഡൽ. ഓക്കെ, അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അസംഷൻ. ഇതൊക്കെ ഗോർഡൻ മോഡൽ, എല്ലാ മോഡലിനെയും നമ്മൾ അസംഷൻസ് പഠിച്ചു പോയതായിരുന്നു. അപ്പോൾ ഈ അസംഷൻ നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഇനി CAPM ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിൻ്റെ അസംഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സെക്യൂരിറ്റി റിട്ടേൺസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്. നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് റിട്ടേൺസ് ആണ് ഇതിനുള്ളത്. അത് കറക്റ്റാണ്. ദെൻ ഇൻവെസ്റ്റേഴ്സ് യൂട്ടിലിറ്റി ഫങ്ഷൻസ് ആർ അസ്യൂംഡ് ടു ബി ക്വാഡ്രാറ്റിക്. അതും ശരിയാണ്. ക്വാഡ്രാറ്റിക് യൂട്ടിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. ദെൻ ദ ക്വാണ്ടിറ്റി ഓഫ് റിസ്കി സെക്യൂരിറ്റീസ് ഇൻ ദ മാർക്കറ്റ് ഈസ് ഫിക്സഡ് റിസ്കി സെക്യൂരിറ്റീസ് ആണ് CAPMൻ്റെ അസംഷൻസിലുള്ളത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് എല്ലാം അല്ലേ 1, 2, 3 കറക്റ്റാണ് എന്നാണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടായില്ല. ഈ അസംഷൻ പഠിപ്പിച്ചതായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്.
3 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് ഈസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് മേക്കിംഗ് ഡെറ്റ് ഫിനാൻസിങ് മോർ അട്രാക്റ്റീവ് അണ്ടർ കോർപ്പറേറ്റ് ട്രാൻസാക്ഷൻ. ഇത് കറക്റ്റ് അല്ലേ? ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ടാക്സ് ഡിഡക്റ്റബിൾ ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡെറ്റ് എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. അടുത്ത പോയിന്റ്, റീറ്റെയിൻഡ് ഏർണിങ്സ് ആൻഡ് ഡിവിഡൻസ് ആർ ഓൾസോ ടാക്സ് ഡിഡക്റ്റബിൾ ലൈക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. ഡിവിഡൻറ്റും റീറ്റെയിൻഡ് ഏർണിങ്സും ഡിഡക്റ്റബിൾ അല്ല, അപ്പോൾ അത് തെറ്റാണ്. ദെൻ ലിവറേജ്ഡ് ഫേംസ് ക്യാൻ ഓഫർ ഹയർ കമ്പൈൻഡ് ഇൻകം ടു ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഡെറ്റ് ഹോൾഡേഴ്സ് കമ്പയർഡ് ടു അൺലിവറേജ്ഡ് ഫേംസ് അണ്ടർ ദ സെയിം ഓപ്പറേറ്റിംഗ് ഇൻകം. അതും കറക്റ്റാണ്. എന്താണ്? ലിവറേജ്ഡ് ഫേംസ് ആണെങ്കിൽ അവിടെ ഹയർ റിട്ടേൺ പൊട്ടൻഷ്യൽ ഈൽഡ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ആൻസർ വരുന്നത് ഏതാണ്? 1ഉം 3ഉം കറക്റ്റാണ് അല്ലേ? 1ഉം 3ഉം ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് എ ഷെയർ സ്പ്ലിറ്റ്. ഷെയർ സ്പ്ലിറ്റ് എന്താ നമ്മൾ പഠിച്ചതാണ്. നോക്കി, ഇൻ എ ഷെയർ സ്പ്ലിറ്റ് ദ ഫേസ് വാല്യൂ ഓഫ് ഈച്ച് ഷെയർ ഈസ് റിഡ്യൂസ്ഡ് ബൈ ദ നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസസ്. ഫേസ് വാല്യൂ കുറയുന്നു, ഷെയറിൻ്റെ എണ്ണം നമ്പർ കൂടുന്നു. കറക്റ്റാണ്. എ ഷെയർ സ്പ്ലിറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ഇൻക്രീസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. മാർക്കറ്റ് പ്രൈസിന് വേണ്ടിയിട്ടാണോ? അല്ല, പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, കൂട്ടുമല്ല ചെയ്യുന്നത്. തെറ്റാണ്. എ ഷെയർ സ്പ്ലിറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ അൺചേഞ്ച്ഡ് ആണ്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് 1ഉം 3ഉം ശരിയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് അല്ലേ? ഷെയർ സ്പ്ലിറ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച കാര്യമാണ്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. 3 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഇൻ ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്സ് ഫേംസ് നീഡ് ടു മെയിൻറ്റെയിൻ ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂ ടു ലാർജർ ഇൻവെൻറ്ററീസ് ആൻഡ് റിസീവബിൾസ്. ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ കോമ്പറ്റീറ്റീവ് ആകുമ്പോൾ ഹയർ ഇൻവെൻറ്ററി അല്ലേ? ഹയർ വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ പ്രോംപ്റ്റ് ആൻഡ് ആഡിക്വേറ്റ് സപ്ലൈ അലൗ ഫേംസ് ടു മെയിൻറ്റെയിൻ എ ലോ ഇൻവെൻറ്ററി ലെവൽ. പ്രോംപ്റ്റ് സപ്ലൈ ആണെങ്കിൽ ലോ ഇൻവെൻറ്ററി മതിയാവും. ദെൻ ഇഫ് റോ മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഓൺലി സീസണലി ഫേംസ് മേ നീഡ് ടു ക്യാരി എ ലാർജ് ഇൻവെൻറ്ററി ഇയർ അബോൺ. അല്ലേ? സീസണൽ ആയിട്ടാണെങ്കിൽ അവിടെ ലാർജ് സ്റ്റോക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതിലേതാ കറക്റ്റ് ആയിട്ടുള്ളത്? 1ഉം 2ഉം 3ഉം കറക്റ്റാണ്. ഏതിൻ്റെ കാര്യം? വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് കേട്ടോ. വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ വാലിഡ് പോയിൻറ്റ്സ് ഓഫ് ഇംപ്രൂവിങ് ലിക്വിഡിറ്റി. ലിക്വിഡിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ പോയിൻറ്റ്സ് ആണ്. ഇൻക്രീസിങ് ദ സ്റ്റോക്ക് ടേൺ ഓവർ ടു റിലീസ് ടൈഡ് അപ്പ് ഫണ്ട്സ്. സ്റ്റോക്ക് ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുന്നു, അത് ലിക്വിഡിറ്റി കൂട്ടുന്നു. ദെൻ പോസ്റ്റ്പോണിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് ദാറ്റ് ആർ നോട്ട് അർജൻറ്റ്. ക്യാപിറ്റൽ സ്പെൻഡ് ചെയ്യുന്നത് പോസ്റ്റ്പോൺ ചെയ്യുന്നു, അപ്പോഴും എന്തുണ്ടാവും? ലിക്വിഡിറ്റി കൂടുന്നു. ദെൻ മെയിൻറ്റെയിനിങ് എ ഹൈ ഇൻവെൻറ്ററി ലെവൽ ടു എൻഷുവർ സ്മൂത്ത് പ്രൊഡക്ഷൻ സ്മൂത്ത് ആവാൻ വേണ്ടി ഹൈ ഇൻവെൻറ്ററി ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ അവിടെ ലിക്വിഡിറ്റി ഉണ്ടാവില്ല, അത് തെറ്റാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ആൻഡ് ഡിവിഡൻഡ് പോളിസി. Liquidity constraints have no effect on dividend decision if profits are available. ആണോ? അല്ല, ഡിവിഡൻറ്റിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇത് തെറ്റാണ് അല്ലേ? ഒന്നാമത്തെ തെറ്റാണ്. ലിക്വിഡിറ്റി കൺസ്ട്രെയിൻസ് എന്ത് ചെയ്യും? അഫക്റ്റ് ചെയ്യും. ദെൻ എ കമ്പനി വിത്ത് ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് പ്രിഫേഴ്സ് ടു റീറ്റെയിൻ മോർ ഏർണിങ്സ്. കറക്റ്റ് അല്ലേ? ഹൈ ലിവറേജ് ആണെങ്കിൽ അവിടെ റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ടാവും. ദെൻ ബോണസ് ഷെയർസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു സൈക്കോളജിക്കലി സാറ്റിസ്ഫൈ ഷെയർ ഹോൾഡർ വിത്തൗട്ട് ആക്ച്വൽ ക്യാഷ് ഫ്ലോ. ബോണസ് ഷെയർസ് ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുക അല്ലേ? അതായത് ക്യാഷ് ഫ്ലോ ഉണ്ടാവില്ല, പക്ഷേ അത് ഷെയർ ഹോൾഡേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ അതും കറക്റ്റാണ്. ഇവിടെ ആൻസർ വരുന്നത് 2 and 3. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? വർക്കിംഗ് ക്യാപിറ്റൽ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ നോക്കാം. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റെഫേഴ്സ് ടു ദ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ് അല്ലെ? ഗ്രോസ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ് പറയുന്നത്, അത് കറക്റ്റാണ്. ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി, അത് കറക്റ്റാണ്. ദെൻ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഓൾവേസ് റിമെയിൻസ് പോസിറ്റീവ് ഫോർ ഓൾ ഫേംസ് ആണോ? അല്ല, അത് നെഗറ്റീവ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ആൻസർ ഇത് വരും ഓപ്ഷൻ 1 and 2. ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ FM കഴിഞ്ഞു. അപ്പോൾ FM നിന്ന് നമുക്ക് ഡിവിഡൻഡ് പോളിസി 2 3 CAPM ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, അപ്പോൾ FM ഒരു 8 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ആദ്യം
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ 9 നമ്മൾ പറഞ്ഞു. നേരിട്ട് തന്നെ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയാലും അസംഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഒരു 8 ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അപ്പോൾ 20 നമ്മൾ എത്ര ക്വസ്റ്റ്യൻ നമ്മൾ നേരിട്ട് പഠിച്ചതുണ്ട്? 17 ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഏതൊക്കെയാണ്? കോസ്റ്റ് അക്കൗണ്ടിങ് ആണ് അടുത്തത് വരുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് അടുത്ത ദിവസം നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ജൂനിയർ അക്കൗണ്ടൻറ്റിന് വേണ്ടി നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ടെലഗ്രാമിലുണ്ടാവും. അപ്പോൾ ജൂനിയർ അക്കൗണ്ടൻറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം വഴി മെസ്സേജ് അയക്കുക കേട്ടോ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്